ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ. ഓവനും ബീറ്ററോ മുട്ടയോ മൈദയോ ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ഏത് സാധാരണക്കാരനും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലം കേക്കാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ പ്ലം കേക്കിൽ അത്യാവശ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. 2 കളർ ടൂട്ടി ഫ്രൂട്ടി, കറുത്ത മുന്തിരി, അതുപോലെ തന്നെ യെല്ലോ കളർ മുന്തിരി എടുത്തിട്ടുണ്ട്. കുരുവില്ലാത്ത മുന്തിരി വേണം എടുക്കാനായിട്ട്. അതുപോലെ കുറച്ച് ഈന്തപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലം കേക്കിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും നുറുക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ പ്ലം കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് സ്പൈസസ് പൊടിച്ചെടുക്കണം. ഒരു ചെറിയ കഷ്ണം ചുക്ക്, ജാതിക്ക, 4 ഏലക്ക, 2 ചെറിയ പീസ് കറുകപ്പട്ട, 7-8 പീസ് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര ചേർക്കാതെ പൊടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റർ റവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. അടുത്തതായിട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പ്ലം കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ടോട്ടൽ 1.5 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര നമ്മൾ കാരമൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ റവ ചേർത്തിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ. ചെറിയ തരികൾ കാണും. സാധാരണ നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുമ്പോൾ ഈ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് 2-3 തവണ നമ്മൾ അരിച്ചെടുക്കാറുണ്ട്. ഇവിടെ ഞാൻ അങ്ങനെ അരിച്ചെടുക്കുന്നില്ല കേട്ടോ. കാരണം റവ വെച്ചാകുമ്പോൾ അതിൽ നന്നായിട്ട് തരികൾ കാണും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടിയിടാൻ പാടില്ല. പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. തുടക്കത്തിൽ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇപ്പോൾ പഞ്ചസാര നല്ല മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നല്ല മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കാം. പഞ്ചസാര മുഴുവൻ മെൽറ്റായിട്ടുണ്ട്. ചെറുതായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇത് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. കുറേശ്ശെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം അകലം പാലിച്ച് നിന്ന് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ സമയത്ത് കട്ട കെട്ടി കിടന്നിരുന്ന കാരമലൊക്കെ ചെറുതായിട്ട് ലൂസായി തുടങ്ങും. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ തന്നെ 2-3 തവണയായിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് ഇത് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കാരമൽ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. സിറപ്പിന് നല്ല തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഏകദേശം 1/2 കപ്പോളം ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഇത് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ചേർക്കാനുള്ളതാണ്. ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാരമൽ സിറപ്പിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴമാണ്. ഇനി റൈസിൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തരത്തിലുള്ള മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറും കറുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരി എടുക്കുമ്പോൾ കുരുവില്ലാത്ത മുന്തിരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്ലം കേക്കിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് തിക്കായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അതായത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടണം. ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഓറഞ്ച് സിസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ചിൻ്റെ പുറമേയുള്ള ഭാഗം നമ്മൾ പീൽ ചെയ്തെടുത്തതാണ്. അതിൻ്റെ വെള്ള ഭാഗം പെടാൻ പാടില്ല കേട്ടോ. വെള്ള ഭാഗം ചേർന്ന് കഴിഞ്ഞാൽ കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓറഞ്ച് സിസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസിൽ നിന്നും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം കാരമൽ സിറപ്പൊക്കെ ഒന്ന് തിളച്ച് നിന്നിട്ട് കുറിയ പരുവത്തിലായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിക്കാകാനും പാടില്ല കേട്ടോ. തിക്കായി കഴിഞ്ഞാൽ തണുത്ത് വരുന്ന സമയത്ത് കട്ട പിടിച്ച പോലായി പോകും. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കാനുള്ള കേക്ക് ട്രേ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നെയ്യ് ഒന്ന് തടകിയെടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് കേക്ക് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നെയ്ക്ക് പകരം ബട്ടർ തൂത്താലും മതിയാകും. കേക്ക് ടിൻ ഇതുപോലെ മയപ്പെടുത്തി എടുത്തതിന് ശേഷം ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ആദ്യം റൗണ്ട് ഷേപ്പിലുള്ള ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ അടിഭാഗത്ത് 2 ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അടിഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ 2 വെച്ചില്ലെങ്കിലും 1 വെച്ചാലും മതിയാകും കേട്ടോ. ഞാനിവിടെ 2 പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഈ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറിന് പകരം മൈദ സ്പ്രെഡ് ചെയ്തെടുത്താലും മതിയാകും കേട്ടോ. നമ്മൾ താഴെ വെച്ചതുപോലെ തന്നെ സൈഡ് ഭാഗത്തും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ബട്ടർ പേപ്പറാണ്. ഇതുപോലെ സൈഡ് ഭാഗത്തും ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മുടെ കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേക്ക് ടിന്ന് നമ്മൾ കേക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. ഇനി ഇതിന് മുകളിൽ ഞാൻ ചെറുതായിട്ടൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല സോക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് അങ്ങ് തിക്കായിട്ടില്ല, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു ബൗളിലേക്ക് ആദ്യം ഞാൻ അരക്കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. തൈര് ഇതുപോലെ വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഉടച്ചെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ. പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പ്ലം കേക്കിൽ നമ്മൾ മുട്ട ചേർക്കുന്നില്ല കേട്ടോ. പാല് ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. അരക്കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അത് അരക്കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്യേണ്ട, ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ വിസ്ക് കൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെയായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2-3 തവണയായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു ട്രിപ്പ് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഒരു സ്പാച്ചില കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ പൊടികൾ ചേർത്ത് ഇളക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഒറ്റയടിക്ക് പൊടികളിട്ട് ഇളക്കാനായിട്ട് ശ്രമിക്കരുത്. കുറേശ്ശെ ഇട്ട് ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആദ്യ ട്രിപ്പ് നമ്മൾ പൊടി ചേർത്തിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പും നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ പൊടി ചേർത്തിട്ട് സ്പാച്ചില കൊണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരുപാടിട്ടങ്ങ് കുത്തി ഇളക്കേണ്ട കാര്യമില്ല. ഒട്ടും കട്ട കിട്ടാതെ ഇതുപോലെ ഒന്ന് പെതുക്കെ ഇളക്കിയെടുത്താൽ മതിയാകും കേട്ടോ. അങ്ങനെ 2-3 തവണയായിട്ട് നമ്മൾ പൊടികൾ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റവ പെട്ടെന്ന് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത പാലും ക്യാരമൽ സിറപ്പൊക്കെ വലിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ വളരെ പെട്ടെന്ന് തന്നെ തിക്കാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പാല് ചേർത്തിട്ട് നമുക്കിത് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ പൊടികളൊക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ആ സമയത്ത് ചേർക്കാനായിട്ട് വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം ഈ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരമൽ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നുറുക്കി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്പാച്ചുല കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്നും യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ സാധാരണ കേക്ക് തയ്യാറാക്കുന്ന പോലെ അത്ര ലൂസ് ആയിരിക്കത്തില്ല കേട്ടോ. നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുന്ന ബാറ്റർ അല്പം തിക്കായിട്ടുള്ള പരുവത്തിൽ വേണം ബാറ്റർ ഇരിക്കാനായിട്ട്. ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്തിട്ട് നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിയെക്കാട്ടിൽ ഇരട്ടി ക്വാണ്ടിറ്റി വേണം ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ പ്ലം കേക്കിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഞാനിവിടെ ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ചിട്ട് റെസ്റ്റായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബാറ്റർ ഒന്നുകൂടി തിക്കായിട്ടുള്ള പരുവത്തിലേക്ക് കിട്ടും. ഇനി ഇത് ഡയറക്റ്റ് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട്. ഒരുപാടങ്ങ് ലൂസാകാനും പാടില്ല, ഒരുപാടങ്ങ് തിക്കാകാനും പാടില്ല. അങ്ങനെ ബാറ്റർ മുഴുവനായിട്ടും നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുത്തു.
ഇനി ഈ കേക്ക് ടിന്നൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. കാരണം ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയാണ് കേട്ടോ. ഒന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചേർത്ത് കൊടുത്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തിക്കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. ഇനി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സ് വെച്ചിട്ടാണ് ആദ്യം ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അകലത്തിൽ കാഷ്യൂ നട്ട്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കാഷ്യൂ നട്ട്സൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം കാഷ്യൂ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അങ്ങനെ കാഷ്യൂ നട്ട്സ് മുഴുവനായിട്ട് നമ്മൾ വെച്ച് കൊടുത്തു. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 കളർ ടൂട്ടി ഫ്രൂട്ടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്ക് കുക്കായി വരുന്ന സമയത്ത് നല്ല കളർഫുൾ ആയിരിക്കും ഈ പ്ലം കേക്ക്. ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ കുറേ പ്ലം കേക്കിൻ്റെ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചും ശർക്കര വെച്ചൊക്കെ തയ്യാറാക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള കുറേ പ്ലം കേക്ക് റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ഒഴിച്ചിട്ട് കേക്ക് ടിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതാണ് കേട്ടോ നമ്മുടെ ഓവൻ സെറ്റപ്പ്. ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഞാനൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് 10 മിനിറ്റ്സ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെക്കാം. ഈ മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ആദ്യത്തെ ഒരു 10 മിനിറ്റ്സ് നമ്മൾ ഹൈ ഫ്ലെയിമിലോട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തു. ഏകദേശം 55 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മുടെ കേക്ക് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. നമ്മുടെ പ്ലം കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നടുഭാഗം ഒന്ന് താന്നു പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേക്ക് ടിന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തണുത്തതിന് ശേഷം കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റി. ഇതാണ് കേട്ടോ കേക്കിൻ്റെ അടിഭാഗം. ഇനി സൈഡിൽ നിന്നുള്ള ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് പ്ലം കേക്കിൻ്റെ സൈഡ് ഭാഗം. ഇനി അടിഭാഗത്തെ ബട്ടർ പേപ്പർ ഇതുപോലെ നീക്കം ചെയ്യാം. ഇങ്ങനെ പ്ലം കേക്കിൻ്റെ അടിഭാഗം ഒട്ടും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം 1-2 ദിവസം വെച്ചതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇത് ഞാൻ 1 ദിവസത്തിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം കൂടി ഞാൻ കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടാൽ പറയില്ല കേട്ടോ നമ്മൾ റവ വെച്ചുണ്ടാക്കിയ പ്ലം കേക്കാണെന്ന്. ഞാൻ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച കത്തിക്ക് നീളക്കുറവായതുകൊണ്ട് തന്നെ, ചെറിയ കത്തി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പിടി തട്ടിയിട്ട് അടിഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഈ കേക്ക് കണ്ടാൽ പറയില്ല കേട്ടോ നമ്മൾ റവ വെച്ചുണ്ടാക്കിയ പ്ലം കേക്കാണെന്ന്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. ഇവിടെ നമ്മൾ ഓവനോ ബീറ്ററോ മുട്ടയോ മൈദയോ ഒന്നും ചേർക്കാതാണ് ഈ പ്ലം കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു പീസ് എടുത്ത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടത് നല്ല പെർഫെക്റ്റ് പ്ലം കേക്കാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.